വെൽക്കം ടു അമ്മൂസ് കിച്ചൺ ഹോട്ട് ആൻഡ് സ്പൈസി. അപ്പോൾ ഡിസംബർ 1 ആണ് ഇന്ന്. എല്ലാവരുടെയും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലീ മാർക്കറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിലൊക്കെ സെലിബ്രേഷൻസും ഡെക്കറേഷൻസും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ ക്രിസ്മസ് സീരീസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റെസിപ്പി എഗ് ബട്ടർ മസാലയാണ്. നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി എഗ്ഗ് വെച്ച് ചെയ്യുന്നു നമ്മൾ. അപ്പോൾ ഇത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഉപ്പും പെപ്പറും ഇട്ടേലിക്കും. നമുക്ക് ഇതിൽ തന്നെ ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലേക്സ് എല്ലാം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനത്തെ 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സ് ചെയ്യാൻ മുട്ട ഞാൻ ആ മിക്സ് എടുത്ത് ഇഡ്ലിച്ചെമ്പിലേക്ക് ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വെന്തിട്ട് ബാക്കി കട്ട് ചെയ്ത് എടുക്കാം. ഒരു 8 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതാ മുട്ട അടിപൊളിയായി വന്നു. ഇനി ഒന്ന് ആറിയിട്ട് നമുക്ക് പനീർ പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഡീമോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ പനീർ ക്യൂബ്സ് പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എക്സാക്ട് ഷേപ്പായാൽ ശരിക്കും ആൾക്കാരെ പറ്റിക്കുമ്പോൾ പനീറായിട്ട് തന്നെ തോന്നും. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിലുള്ളതൊക്കെ അങ്ങനെയുള്ള സമയത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ അതൊക്കെ കട്ട് ചെയ്യാം. ഇങ്ങനെ പനീർ ക്യൂബ്സ് മാത്രമുള്ളത് മാത്രം എടുക്കാം. പക്ഷെ ഇപ്പം നമ്മൾ വീട്ടിലെ പർപ്പസിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷേപ്പ് ഡസൻ മാറ്റേഴ്സ് അല്ലേ. ഇങ്ങനെ എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി കുറച്ച് ബട്ടർ ഇടാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ഗ്രാം ഒന്നാവട്ടെ. അതിലേക്ക് ഉള്ളി ജസ്റ്റ് ഒരു 5 അങ്ങനെ കുറച്ച് ഇതായിട്ട് എന്താ വെച്ചാൽ നമ്മൾ അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളി ഇട്ട് വല്ലാണ്ട് ചോപ്ഡ് ഒന്നും ആവണ്ട. ഈ എണ്ണയിൽ ഈ ബട്ടറിലൊന്നിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് എളുപ്പം ഇത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഉള്ളിയുടെയും തക്കാളിയുടെയും പേസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഒന്ന് വഴണ്ടോട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു 4 കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ജസ്റ്റ് ഒന്ന് ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഉള്ളിക്ക് 3 തക്കാളി എന്നുള്ള ഇതിൽ ഞാൻ വഴറ്റാനിട്ടിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് അടച്ച് വേവിക്കാം. ഇതൊന്ന് ഉടഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റി എടുക്കാം. അപ്പോൾ ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈങ് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മുട്ടയിടാം. ആ ഒരു സ്റ്റീംഡ് ടേസ്റ്റ് പോകാൻ വേണ്ടി മാത്രമാണ് നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒന്ന് സോട്ടായിട്ടുണ്ട്. നമുക്കത് വീണ്ടും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബട്ടർ ആഡ് ചെയ്യാം അതേ പാനിലേക്ക്. ഇത് ഹാഫ് ബട്ടർ ഹാഫ് എണ്ണയുമായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 ബേ ലീവ്സ്,
ഗ്രാമ്പ് നമ്മൾ ഓൾറെഡി മറ്റേ പേസ്റ്റിലിട്ടിട്ടുണ്ട്, ഞാനത് ഇടുന്നില്ല. പട്ടയുടെ ഒരു ചെറിയ 2 പീസ് ഇട്ടിട്ടുള്ളൂ, വല്ലാണ്ട് മസാല ആവരുത്. സോട്ട് ചെയ്യാം. ഒന്ന് ജീരകവും കുറച്ചും കൂടി ഇടാം. ഞാൻ ജീരകം ഇടുന്നത് മിസ്സായിട്ടുണ്ട്. ഞാൻ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്യാം. ഇതിലേക്ക് ചോപ്ഡ് ഓണിയൻ, ജസ്റ്റ് ഒരു ഓണിയൻ, നമ്മൾ ഓൾറെഡി 2 ഓണിയൻ പേസ്റ്റിലിട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഓണിയൻ. ഇതൊന്നായിക്കോട്ടെ. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, ഇത് എരിവിന് അനുസരിച്ച്, ഞങ്ങൾക്കിവിടെ കുറച്ച് എരിവ് വേണം. അപ്പോൾ ഞാൻ ഇത് ഒരു കളറിന് വേണ്ടിയും നോർമൽ ചില്ലി പൗഡർ എരിവിന് വേണ്ടിയും ഇടും. അപ്പോൾ ഞാൻ നോർമൽ ചില്ലി പൗഡർ ഒരു 1 സ്പൂണും ഇതൊരു 2 സ്പൂൺസും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. എന്തൊക്കെയാ പറയണല്ലേ അവിടുത്തെ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ ജസ്റ്റ് കുറച്ച്, എന്താ വെച്ചാൽ ഞാൻ നേരത്തെ ആദ്യം ആഡ് ചെയ്തിട്ടില്ല എണ്ണ, ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എന്താ പറയുക, സ്മോക്കി സ്മെല്ല് വരില്ലേ ഇപ്പോൾ ആ മുളക് വറക്കുമ്പോൾ നമ്മളിങ്ങനെ ചുമക്കുന്നത് പോലെ വരില്ലേ, അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതൊന്ന് മൂത്തിട്ടുണ്ട്, അതായത് നമ്മളുടെ ഇട്ട പൊടികളൊക്കെ. അപ്പോൾ നമ്മളുടെ പേസ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. നല്ല മഷി പോലെ അരച്ച പേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട്, നമുക്ക് ഈ മിക്സി കഴുകിയ വെള്ളം മാത്രം മതി. അത് ഞാൻ എന്താ ഇങ്ങനെ ഇട്ടിട്ടൊന്ന് കുലുക്കിയെടുത്ത് അതിൽ ഒഴിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതൊന്ന് ഇനി ഒരു തിളച്ചാൽ നമുക്ക് നമ്മളുടെ മുട്ടയുടെ ക്യൂബ്സ് ഇടാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ഒരു തിള വന്നിട്ടുണ്ട്. ഞാനൊരു പിഞ്ച് ഓഫ് ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപ്പ് നോക്കി, കുറച്ച് ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ അതും ഇട്ടു. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒരു പിഞ്ച് ഓഫ് ഷുഗർ. എന്നിട്ട് നമ്മളുടെ മെയിൻ താരമായ മുട്ട ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതൊന്ന് ആയിക്കോട്ടെ. ഒന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്ക് മല്ലിയിലയും കസൂരി മേത്തിയും ഇടാം. ഞാൻ കസൂരി മേത്തിയുടെ ഇല പൊടിച്ച് ഇടുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരാനുള്ള പൊടിക്കൈയാണ് മേത്തി ലീവ്സ്. ഇനി കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ മുകളിൽ ഒഴിച്ചാൽ നമ്മളുടെ പനീർ ബട്ടർ മസാല പോലത്തെ എഗ് ബട്ടർ മസാല റെഡി. ക്രീം ഓക്കെ. ഇതൊന്നിട്ട് ഇളക്കട്ടെ. പെട്ടെന്ന് കണ്ടാൽ ആർക്കെങ്കിലും തോന്നുമോ ഇത് എഗ്ഗാണെന്ന്? ശരിക്കും പനീറിൻ്റെ പോലെ തന്നെയല്ലേ. ടേസ്റ്റ് അടിപൊളിയാണ്, ഒരു വെറൈറ്റിയാണ്. നമുക്ക് നോർമൽ മുട്ടക്കറിയിൽ നിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ മുട്ടക്കറി. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം നേരം ഇളക്കാൻ പാടില്ല. ഫ്രഷ് ക്രീം ഇട്ടിട്ട് അടുപ്പത്ത് വെക്കാൻ പാടില്ല. ഞാൻ ഓഫ് ചെയ്യുന്നു. സെർവിങ് ബൗളിലേക്ക് മാറ്റാം.